6നോട് 800 ആഡ് ചെയ്യാനാണ്. ചെയ്തു. എത്ര ആൻസർ കിട്ടിയേ? 9436. അതിനെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എത്ര കിട്ടി? ചെയ്യുമ്പോളോ 46 46 4 4 4 12 ചെയ്തു. പെട്ടെന്ന് പറ, എത്ര ആൻസർ? 37744. ഓക്കെ, അതുവരെ കറക്റ്റാ. ഇനി നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് 3 ചെക്ക് ചെയ്തു. 3 നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. 37 എടുത്തു. 37 എത്ര 8s ഉണ്ടെന്നാണ് നോക്കണ്ടേ. 37 37 പോവില്ല. പോത്തില്ല. എത്ര പോവും? എവിടെ വരെ പോവും? 32 വരെ പോകും. 32 എത്ര ടൈംസാ? 4 ടൈംസ്. 4 ടൈംസ്. അപ്പൊ 4000 സ്റ്റോറിൽ 4 ആഡ് ചെയ്യാ, 32 മൈനസ് ചെയ്യാം. ഇനി അവിടെ 5 ബാക്കി ഉണ്ടാവും. 5 പോകത്തില്ല. അപ്പൊ 57 8 എത്ര ടൈംസ് എന്നാണ് നോക്കണ്ടേ. മാം 57 അല്ലേ? ആ 58 എന്നല്ല പറഞ്ഞ. 57 8 എത്ര ടൈംസ് പോകും നോക്കാന്ന്. നിക്കണോ? മാഡം ഒരു മിനിറ്റ്, ആളത് കഴിയട്ടെ. പറയും ഇതിലാജെ. 57 പോവില്ല. 57 പോല. അപ്പൊ എത്ര ടൈംസ്? 7 ടൈംസ്. 7 ടൈംസ് 56ഓ? അപ്പൊ 7 എടുക്കുക, 56 മൈനസ് ചെയ്യാം. ചെയ്തു. അപ്പൊ ബാക്കി എത്ര ഉണ്ടാവും? 144 അല്ലേ? 1 പോകത്തില്ല. 40 എത്ര ടൈംസാ? 14 പോവില്ല. 8 പോവുക. 1 ടൈം അല്ലേ? അപ്പൊ 1 ആഡ് ചെയ്യാ, 8 മൈനസ് ചെയ്യാ. ചെയ്തു. ഇനി ബാക്കി എത്രയുള്ളേ? 64. 64 8 എത്ര ടൈംസാ? 64 8 ടൈംസ് പോവും. ആൻസർ എഴുതിക്കോ. 4718 അല്ലേ മിസ് ആൻസർ? അതെ, 4718 ആണ് ആൻസർ. മനസ്സാ പറേ. ഫിനിഷ് മാം. ഓക്കെ, ഇപ്പൊ 13 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് മിസ് ചെയ്ത് 11 മിനിറ്റ് എഴുതിക്കോ. ഓക്കെ മാം. ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ, അവര് വർക്ക് ഒന്ന് ചെയ്യുന്നവരെ. ആൻസേഴ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ, മാം മിസ്റ്റേക്ക് ഉണ്ടോ. ചെക്ക് ചെയ്ത് നോക്കി. ഒന്നും മിസ്റ്റേക്ക് ഇല്ല. ഞാൻ റീറൈറ്റ് ചെയ്ത്. ഓക്കെ, ടൈം 14:23. ഇതും തുടങ്ങിയതേ ഉള്ളൂ അല്ലേ. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ പുറകിലാവും. നെക്സ്റ്റ് പേജ് സ്റ്റാർട്ട് ചെയ്ത മസയും അതേപോലെ നൈറയും.
നെക്സ്റ്റ് പേജും സെയിം തന്നെയാണ്. സ്റ്റാർട്ട് ചെയ്തു. മെൽസ തീരെ കാണുന്നില്ല. മെൽസ ഇവിടെ വിളിച്ചിരിക്കുക. ഓക്കെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നീങ്ങി സൈനബും അതേപോലെ മിഥിലാജും വേഗം ചെയ്യട്ടോ.
ഫോൺ അവിടെ നിൽക്കുന്നില്ലടാ. ഇല്ല മാം, ടാബിളായോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ട്. ഡൗട്ട് ഉണ്ടോ? മിഥിലാജ് ഈ ടേബിൾ നോക്കി 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 നിർത്തിട്ടു. Ma'am, finish. ഓക്കെ, നെക്സ്റ്റ് പേജ് സ്റ്റാർട്ട് ചെയ്യണം മോള്. മിഥിലാജ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. നേരാ കിട്ടുന്നില്ലേ? ഉം. എത്ര ക്വസ്റ്റ്യൻ കഴിഞ്ഞു? ഇനി 3 question കൂടി. വേഗം ചെയ്യും മിഥിലാജ്.
മിഥിലാജ്. എയ്റ്റീൻത് പേജ് ഫിനിഷ് ആയേ. ആ ഓക്കെ, വെരി ഗുഡ്. എടാ നീ 17 വരെ കഴിഞ്ഞില്ലേ, വേഗം നോക്ക്. മിഥിലാജെ കറക്റ്റ് ചെയ്ത് പോവില്ല കേട്ടോ, ഇങ്ങനെ പോയി കഴിഞ്ഞാല് ഇത്രയും സമയം എടുക്കുന്നുണ്ട് നീ, കേട്ടോ. ഇന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്യേ. നെക്സ്റ്റ് 19th കൂടെ ചെയ്തോ നൈറ. ആ മിസ്സേ. മാഡം, ഉം. എ ബുക്കിൽ 18th പേജില് സിയിൽ 8th ക്വസ്റ്റ്യൻ ഒരു ഡൗട്ട് ഉണ്ട്. ഒരു മിനിറ്റ്. 18th പേജിലെ സിയിലെ 8th ക്വസ്റ്റ്യൻ. 2695. യെസ് മാം. 2695നെ ഫസ്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 2 പോകത്തില്ല. 25 നോക്കുക. 25 5 times 4. ഉം. 19 3 times 3 times. 45 9 times. 9 times 5390 ആണോ? യെസ്. നെക്സ്റ്റ് അതിനെ നമുക്ക് എത്ര ആഡ് ചെയ്യണം? 6262. 2 ആഡ് ചെയ്തു. then ഇവിടെ ആ then 2 ആഡ് ചെയ്തു. then 11652. 539 ആണ് നേരത്തെ ഉള്ളത്. അതിനോട് നമ്മള് 6262 ആഡ് ചെയ്യാ ചെയ്യുന്നത്. 539 അല്ലേ? ആ 2 പ്ലസ് 6262. ഇപ്പൊ എത്ര ആൻസർ ഇട്ടേ? 11652. അത് കൊള്ളാലോ. മേഡം 539ഓട് 6268 കിട്ടുമ്പോ ഇവിടെ സോറി മാഡം. ഓക്കെ ഇയർ ചെയ്തു. മേഡം അപ്പോഴും അത് സെയിം ആൻസർ തന്നെ കിട്ടണത്. 539 എടുക്കും മെൽസ. 539. 6000 ആഡ് ചെയ്തേ. 6000 ആഡ് ചെയ്തു. ഇനി 200 ആഡ് ചെയ്യേ. 200 ആഡ് ചെയ്തു. 60 ആഡ് ചെയ്യും. 60 ആഡ് ചെയ്തു. 2 ആഡ് ചെയ്യും. 2 ആഡ് ചെയ്തു. എത്ര കിട്ടി? 11652 മാഡം. എന്റെ പൊന്നേ. മാഡംക്ക് അതിനെ കിട്ടണതേ. ഇതാണ് 539 എന്ന് പറയുന്ന നമ്പർ. എടുത്തു.
അടുത്തതായിട്ട് ഇവിടെ ആഡ് ചെയ്യേണ്ടത് 6262 ആണ്. ആ 6000 തൗസൻഡ്സ് റോഡിൽ എടുക്കുക, അല്ലാതെ ഹൺഡ്രഡ്സ് റോഡിലല്ല. കണ്ടോ? 6000 എടുക്കേണ്ട ഏത് റോഡിലാ? തൗസൻഡ്സ് റോഡില്. സോറി മാറിപ്പോയി, 100 എന്ത് മാറിപ്പോ? ഇതല്ലേ ഞാൻ 2-3 തവണ പറയുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കുന്നേ. 8th ലെവലായ നിങ്ങളെ ഞാൻ അഡീഷണൽ സബ്ട്രാക്ഷൻ പഠിപ്പിക്കണോ? 6 ഇപ്പൊ എത്ര ആൻസർ കിട്ടിയേ? 6539. മാഡം എല്ലാതും ആഡ് ചെയ്യണോ? 6262 ആഡ് ചെയ്യും. ഓ സോറി, 600 ആഡ് ചെയ്തിട്ടാ പറഞ്ഞത്. ആ, ഫുൾ ആഡ് ചെയ്യും. ഫുൾ ആഡ് ചെയ്തിട്ട് എത്ര ആൻസർ കിട്ടിയെന്ന് പറയാം. 6801. 6801. ഇനി അവിടെ നമ്മൾ എന്ത് ചെയ്യണം? 7 കൊണ്ട് 7 മൾട്ടിപ്ലൈ ചെയ്യണം. യെസ്, 7 into 6 എത്ര? 42 ഏത് റോഡിലെടുക്കും? 5th road. 42 3 into 21 0 ഇവിടെ ചെയ്യണ്ട. 1 into 7. മാഡം ഉം. 4417 ഇല്ല, റബ്ബ് ചെയ്തോ? ഫുള്ള് സെറ്റ് 0 ചെയ്തോ? 0 ചെയ്ത് ആരെങ്കിലും ചെയ്യുന്നു. ഓക്കെ, സൈഡിലേക്ക് മാറ്റി വെക്കേണ്ട അവസ്ഥയില്ല. 6 into 7 42. 8 into 7 1 into 7 47607. ആദ്യം നമുക്ക് എത്ര കിട്ടിയേ? 47607. 7. യെസ്, കറക്റ്റ് ആണ്. മിസ്സായി മാഡം. അപ്പൊ ഇവിടെ ശ്രദ്ധക്കുറവാണ്, അടി കിട്ടാത്തതിന്റെ കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നത്. റോഡ് ഞാൻ 6000 എന്നൊക്കെ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ നീ ആ റോഡ് ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാ. വീണ്ടും എന്നിട്ട് പിന്നെ അവിടെ പോയിട്ട് എന്ത് ചെയ്തു? 600 അവിടെ തന്നെ ചെയ്തു. മാഡം ആ പേജ് ആ, പറ. ഫിനിഷ്. ഓക്കെ, നെക്സ്റ്റ് പേജ് സ്റ്റാർട്ട് ചെയ്തോ. മിഥിലാജ് എന്നെങ്കിലും അത് തീരുമോ? മിഥിലാജിന്റെ പ്രശ്നം എന്താ പറയാ? ചെയ്യാൻ അറിയാത്തൊന്നല്ല, ഇതിന്റെ ഇടയ്ക്ക് പകുതി പരിപാടി അവിടെ ഇവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അതാണ് പ്രശ്നം. 18ാമത്തെ പേജ് തുടങ്ങി. എന്നിട്ട് നീ എന്താ പറയാത്ത? 17th പേജ് ചെക്ക് ചെയ്യണ്ടേ? ഞാനത് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നോണ്ട് ശല്യപ്പെടുത്താന്. അയ്യടാ, വിശാല മനസ്സാണ് എന്റെ കുട്ടിക്ക്. ഒരാളെ ഡിസ്റ്റർബ് ചെയ്യൂല. ഒക്കെ കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്താൽ മതി. ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളൂ. ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. ശരി, വിട്ട്. ആൻസേഴ്സ് നോക്കാമോ? 17th പേജ് ആട്ടോ ആൻസർ നോക്കുന്നത്. ഓക്കെ മാഡം, മൈക്ക് ഓഫ് ആക്കിയില്ല. സോറി. മൈക്ക് ഓഫ് ചെയ്യേ. എന്തിനാ വെറുതെ മൈക്ക് ഓണൊക്കെ ആക്കി വെക്കുന്നത്? ഒരു സെക്കൻഡേ. ആ, 18.72, 10.28, 10.57, 14.03, 7.89, 10.95, 4.55, 21.74. Next 4718, 9813, 16148, 2863, 16332, 1764, 1456, 2093. ഇനി അടുത്ത പേജ് വർക്ക് ചെയ്യുക. ചെയ്തുകൊണ്ടിരിക്കുന്ന പേജ് സ്റ്റാർട്ട് ചെയ്യുക. എക്സാം തുടങ്ങിയോ നിങ്ങക്ക്? യെസ് മാം, ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. മറ്റന്നാ സ്റ്റാർട്ടുകളൊക്കെ. ഞങ്ങളുടെ കഴിഞ്ഞു. ആ ടെസ്റ്റ് കഴിഞ്ഞു. ഓക്കെ.
ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിച്ച് ചെയ്യണേ. Yes. പിന്നെ ഈ ഒരു 8th ലെവലിൽ നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താ പറയുക, ആക്ച്വലി സ്പീഡും ആക്യുറേറ്റ് ആയിട്ടും ചെയ്തു വരിക എന്നുള്ളതാണ്. മാക്സിമം നമ്മൾ സ്പീഡിലോട്ട് എത്തണം. മസ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കുന്നില്ലേ? ഒരു കൈ മാത്രമാണല്ലോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണുന്നത്. അല്ലല്ലോ ഞാൻ നമ്മൾ കാണുന്നതിന്റെ കുഴപ്പമാണ്. യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ. ഫിംഗർ ഒക്കെ ഓർമ്മയുണ്ടോ? എനിക്ക് ഫിംഗർ ഒക്കെ ഏതാന്ന് പറഞ്ഞുതരാൻ പറഞ്ഞാൽ അവിടെ ആർക്കൊക്കെ പറ്റും, ഏതൊക്കെ ഫിംഗർ എവിടെയൊക്കെയാ ചെയ്യേണ്ടതെന്ന്. മാം ആ ഞാൻ പറയട്ടെ. പറയാം. ഒരു മിനിറ്റ്. ഈ റോഡില് ക്ലിയർ ആണ് മാം. ആ യൂണിറ്റ് റോഡില് 1 to 4 വരെ ചെയ്യാൻ ഈ ഫിംഗറാ യൂസ് ചെയ്യാം. ഉം. പിന്നെ 5 ആഡ് ചെയ്യാൻ ഈ ഫിംഗർ ഇവിടെ ഞാൻ ചെയ്യും. പിന്നെ ടെൻസ് ഹൺഡ്രഡ്സ് വരുമ്പോ ഈ ഹാൻഡ് യൂസ് ചെയ്യും. ഈ തം ഫിംഗർ 40 50 40 20 30 ഒക്കെ ചെയ്യാണ്. ദെൻ ഈ ഫിംഗർ 50 ചെയ്യാന്.
100ഉം ടെൻസ് പോലെ തന്നെയാണ്. കഴിഞ്ഞോ? യെസ് മാം. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോടാ? ആ. ബാക്കിയുള്ള ആൾക്കാരെടുത്താണേ. അവള് പറഞ്ഞതെല്ലാം ശരിയാ? ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ ഞങ്ങൾക്കും കൂടെ അറിയണ്ടേ, എന്നാലല്ലേ പറഞ്ഞുതരാൻ പറ്റൂ അല്ലേ? ഇപ്പൊ എല്ലാരും അംഗീകരിച്ചോ മേസ പറഞ്ഞ എല്ലാം ശരിയാണെന്ന്? സ്നേഹം, അതാണ് ഞങ്ങൾക്ക് വലുത്. നയറ് എന്നത് കേൾക്കുന്നേ ഇല്ല, ഭയങ്കര ഡെഡിക്കേഷൻ. ചെയ്തോ ചെയ്തോ ചെയ്തു. ഒരു ദിവസം 8 ലെവലിൽ സർട്ടിഫിക്കറ്റ് തരണമെങ്കിൽ ഇതൊക്കെ ഞാൻ പറയിപ്പിക്കും. എന്നിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം എക്സാമിലെ സർട്ടിഫിക്കറ്റ് ഞാൻ ഇഷ്യൂ ചെയ്യുള്ളൂ. മാർക്ക് ലിസ്റ്റ് ഞാൻ കൊടുക്കുള്ളൂ. ഇപ്പൊ പറഞ്ഞത് തെറ്റാട്ടോ, അതാദ്യം പറഞ്ഞുതരാം. പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ട്. ആ മിസ്റ്റേക്ക് എന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന 4 പേർക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. മിസ്റ്റേക്ക് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കറക്റ്റ് ചെയ്യണ്ട, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യണോ? എന്തോ? റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യണോ? അല്ല. നമ്മള് ബാക്കസ് ഹോൾഡ് ചെയ്യല്ലേ? ഹോൾഡ് ചെയ്യണം, അതൊന്ന്. പിന്നെ അവള് പറഞ്ഞ ഹോൾഡ് ചെയ്യുന്ന കാര്യം അവള് പറഞ്ഞില്ല. അവള് പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. മിസ്സേ പിന്നെ പെൻസില് കൈ പിടിക്കണം. അതും അവള് പറഞ്ഞില്ല. അത് ഞാൻ പറഞ്ഞ അവള് കാണിച്ചതിൽ അത് നമുക്ക് പറഞ്ഞു തന്നതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മള് നമ്മള് പിടിക്കണ കൈയേറ്റ്, നമ്മള് അബാക്കസ് ഹോൾഡ് ചെയ്യണ കൈയേറ്റാണ് അപ്പർ ബീഡ്സ് ചെയ്യേണ്ടത്. ഒരു ബീഡ്സിൽ എല്ലാത്തിലും ഉണ്ടല്ലോ. നേരെ അതിന് നിന്റെ ടേണോ? റൈറ്റ് ഹാൻഡ് വെച്ചല്ലേ ചെയ്യാ? ഏതാ? വൺസും ടെൻസും റൈറ്റ് ഹാൻഡ് വെച്ചല്ലേ ചെയ്യാ? ശരി, എന്നാ ക്ലാസ് ഒന്ന് കഴിഞ്ഞു കേട്ടോ. നാളെ വരുമ്പോ ഫിംഗറിങ് പ്രോപ്പർ ആയിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ. നൈറയുടെ ഒക്കെ പാരന്റ് കൂടെ ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. മസയുടെയും സൈനബിന്റെ ഒക്കെ ഉണ്ടോ? മാം എന്റെ ഇല്ല. പേരന്റ്. ആ, ഫോൺ ഇവർക്ക് കൊടുക്കരുത്. ഗൂഗിളിൽ സെർച്ച് ചെയ്യാനോ യൂട്യൂബ് നോക്കാനോ യെസ് മാം. വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല, അബാക്കസിന്റെ ഫിംഗറിങ് എനിക്ക് നാളെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. 1ാമത്തെ ലെവൽ മുതൽ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് കൃത്യമായി പഠിച്ച് അതുപോലെ ചെയ്തു വന്ന ആൾക്കാരാണ് ഇവര്. എന്നിട്ട് ഇപ്പൊ ഇവര് പറയാ രണ്ട് റോഡിലും ഒരേ കൈ ഉപയോഗിക്കണ്ടേ. പിന്നെ അടുത്ത ആൾക്ക് വേറെ കുറെ സജഷൻസ്. പറയാത്ത 2 പോയിന്റ് കിട്ടി, അതൊക്കെ. നേരെ പറഞ്ഞ നല്ല ആൻസർ ആട്ടോ, നമുക്ക് തരാം. ഇപ്പൊ ക്ലാസ് കഴിയാറായിപ്പോയി, അത് പറഞ്ഞിട്ട് പോയാൽ മതി. ഇല്ല, ഞാൻ പറഞ്ഞുതരാം. 100 ടൈംസ് 2 ഫിംഗറിന്റെ ഫംഗ്ഷന് ഈ ഇരിക്കുന്ന 4 പേര് എഴുതിയിട്ട് വരണം കേട്ടോ. റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നത് പെൻസിൽ ഹോൾഡ് ചെയ്യാനും തമ്പ് ഫിംഗറും ഇൻഡെക്സ് ഫിംഗറും ആണ് യൂസ് ചെയ്യുന്നത്. ലോവർ ബീഡ്സ് ആഡ് വിത്ത് തമ്പ്, ലെസ് വിത്ത് ഇൻഡെക്സ്. അപ്പർ ബീഡ് ആഡും ലെസ്സും ഇൻഡെക്സ്. ദെൻ 6, 7, 8, 9 ഈ 4 നമ്പേഴ്സിൽ 2 ഫിംഗേഴ്സും യൂസ് ചെയ്യും. ആഡ് ഓർ ലെസ് ഈ 2 ആക്ടിവിറ്റിക്കും 2 ഫിംഗേഴ്സും യൂസ് ചെയ്യും. ദെൻ ലെഫ്റ്റ് ഹാൻഡിലെ ഈ 2 ഫിംഗേഴ്സ് ഓപ്പൺ ആയിരിക്കണം. ബാക്കിയുള്ള 3 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അബാക്കസ് ഹോൾഡ് ചെയ്യേണ്ടത്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്തിട്ടാണ് ടെൻസ് റോഡ്, ഹൺഡ്രഡ്സ് റോഡ്, തൗസൻഡ്സ് റോഡ് ഈ റോഡുകളിലൊക്കെ കാൽക്കുലേഷൻസ് ചെയ്യേണ്ടത്. ഏത് റോഡാണ്, സോറി ഏത് ഹാൻഡാണ്? ലെഫ്റ്റ് ഹാൻഡ്. പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നതിനെ കൊണ്ടാണ് ഇതൊക്കെ കൃത്യമായിട്ട് പറയുന്നത് കേട്ടോ. ലെഫ്റ്റ് ഹാൻഡ്. ഇനി ലെഫ്റ്റ് ഹാൻഡ് 2 ഫിംഗേഴ്സ്, അതായത് ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും ആണ് ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത്. ഇൻഡെക്സ് ഫിംഗർ യൂസ് ചെയ്യുന്നത് ലോവർ ബീഡ്സ് ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനുമാണ്. മിഡിൽ ഫിംഗർ യൂസ് ചെയ്യുന്നത് അപ്പർ ബീഡ്സ് ആഡ് ചെയ്യാനും അപ്പർ ബീഡ്സ് മൈനസ് ചെയ്യാനും. ഓക്കെ, അപ്പൊ വേഗം ഇരുന്ന് അങ്ങ് എഴുതിക്കോ 100 ടൈംസ് കേട്ടോ.
നാളത്തെ ക്ലാസ്സിൽ ഒരാൾക്കും ലീവ് ഇല്ല. മൂസന മിസ് ആരെങ്കിലും ലീവ് ഇൻഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയാൻ പറട്ടോ. ആർക്കും അപ്രൂവൽ കൊടുക്കരുത് നാളത്തെ ക്ലാസ്സിൽ ലീവ്. ഇനി ഇവരൊക്കെ നാളെ ലീവ് ആണെങ്കിൽ ഇവർ എന്നാണോ ജോയിൻ ചെയ്യുന്ന മാഡം അന്ന് ഇതൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് പോയാൽ മതി അവര്. മാഡം ആ എനിക്ക് നാളെ എക്സാം ആണ്. ഇത് പഠിക്കണ്ടേ? ഇതിന് ഇമ്പോർട്ടൻസ് ഇല്ലേ അപ്പോ? മാഡം ഞാൻ വെനസ്ഡേ കാണിച്ചുതരാം. എന്തായാലും വെനസ്ഡേ കഴിയും. അതാ ചോദിച്ചു, അബാക്കസിന് ഇമ്പോർട്ടൻസ് ഇല്ലേ ഇപ്പോ? എന്റെ പണി ഞാൻ ചെയ്യലുണ്ട്, പക്ഷെ വെനസ്ഡേ ഞാൻ ചെയ്യണ്ട്. വെനസ്ഡേ അതെന്താ എന്തായാലും ഞാൻ അങ്ങനെ? കാണിച്ചുതരാം. ഞാൻ ട്യൂസ്ഡേ ആ എന്തുകൊണ്ടാ വെനസ് 100 ടൈംസ് കൊടുത്തതെന്നറിയോ? മെസ്സയുടെ പാരന്റിന്റെ അടുത്താണേ. അത്രയും സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ഇത് നിങ്ങൾക്ക് പഴയ എല്ലാ റെക്കോർഡ്സും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. നമ്മൾ എന്താണ് ഓരോ റോഡിലും ഇവർക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്യാമറ കറക്റ്റ് ആയിട്ട് വെക്കണം, നിങ്ങളുടെ വർക്ക് ചെയ്യുന്നത് കാണാം, നിങ്ങളുടെ ഫിംഗറിംഗ് മാം പ്രോപ്പർ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിനോട് പക്ഷെ ഞാൻ ഇവിടെ ആരെങ്കിലും യോജിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ടോ? മിസ്സേ. ഈ പറഞ്ഞ പറഞ്ഞോ. കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. പിന്നെ ഉം എന്താന്ന് വെച്ചാല് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഞങ്ങൾ ജോയിന്റ് ഫാമിലിയാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ റൂമിലാണ് ഇരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഡൈനിങ് ഹാളിൽ അവിടെയൊക്കെ പോയിട്ട് ഇരിക്കാം. പക്ഷെ ഇവിടെ കുറെ ആൾക്കാരുണ്ട്, അപ്പൊ മക്കൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയൂല. അതൊരു പോയിന്റ്. പിന്നെ മറ്റേത് 100 ടൈംസ് കൊടുക്കുന്നോണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല. മക്കൾ ചെയ്ത മിസ്റ്റേക്ക് തന്നെയാണ്. പിന്നെ ഇപ്പോ അബാക്കസ് ചേർത്തി വിചാരിച്ചിട്ട് മോൾക്ക് എന്താണ് മാർക്കിങ്ങിൽ, അതിപ്പോ ഞാനിപ്പോ എക്സാമില് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിൽ ഞാൻ മോളെടുത്ത് പറയുന്നുണ്ട്, ഇത് എന്താ അബാക്കസിന് ഇത്ര ഫീ കൊടുത്ത് പഠിച്ചിട്ട് എനിക്ക് മാത്സിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് അല്ല താഴേക്ക് വരികയാണ്. നല്ല അശ്രദ്ധയാണ് മോൾക്ക്. എക്സാമിൽ നല്ല മറ്റേ 20 ഔട്ട് ഓഫ് 20, 40 ഔട്ട് ഓഫ് 40 കിട്ടുന്ന മോൾക്കൊക്കെ ഇപ്പൊ 16, 15 ഇങ്ങനെയൊക്കെയാണ്. ഭയങ്കര അശ്രദ്ധയാണ്. ഇപ്പൊ മിസ് മുന്നേ പറഞ്ഞപ്പോ ഞാൻ അവളെ മുഖത്തേക്ക് നോക്കി. നല്ല അശ്രദ്ധയാണ്. അപ്പൊ മിസ് പറയുമ്പോൾ ഇത് ഫസ്റ്റ് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം അവര് ചെയ്യുന്നില്ല. ഞാൻ കാണുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കും. പിന്നെ ഞാനും എനിക്ക് പഠിക്കാൻ എന്റെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, നോക്കുന്നില്ല. ഞാൻ അതുകൊണ്ടല്ല 100 ടൈംസ് പറയുന്നത്. നാളെ ഇപ്പൊ പഠിക്കാല്ലേ, ഇതിപ്പോ 8 മണി വരെ ക്ലാസ് ആയി, 9:30 ആകുമ്പത്തിന് ആള് കയറി കിടക്കും. 6 മണിയാകുമ്പോ നമ്മൾ കിച്ചണിൽ തിരക്കിലാവും. അപ്പളും പഠിക്കൂല. നമ്മളെ കണ്ണിന്റെ മുന്നിൽ ഇല്ലെങ്കിൽ പഠിക്കാന് ആള് സ്മാർട്ടാണ്, അങ്ങനത്തെ കുഴപ്പമില്ല. പക്ഷെ ഭയങ്കര ഒരു അശ്രദ്ധ എന്തുകൊണ്ട് എനിക്കറിയില്ല. ഇപ്പൊ മാത്സിൽ ഇപ്പത്തെ ടൈം എക്സാമിന് 16 ആണ് മാർക്ക്. ഞാൻ പറയും എന്തിന്, എനിക്കൊരു മാറ്റം എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അത് എപ്പോഴും എനിക്കതൊരു ഫീലിംഗ്. ഞാൻ അവളുടെ അടുത്ത് പറയും ഇത് വെറുതെ പഠിക്കണ ഒരു കാര്യമല്ലല്ലോ, ഇതിനൊരു ഒരു മാറ്റം ഒരു ഒന്ന് തോന്നുന്നില്ല. എനിക്കറിയില്ല എന്താ പറ്റിയണെന്നുള്ളത് എനിക്കറിയില്ല. കഴിഞ്ഞ എക്സാമിനൊക്കെ അങ്ങനെ മാത്സ് ആണ് ഇപ്പൊ പിന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര അശ്രദ്ധ. അത് ചെയ്യുന്നത് ഒരു പെർഫെക്ഷൻ ഒന്ന് തിങ്ക് ചെയ്തിട്ട് ചെയ്യേണ്ടത് മോള് ചെയ്യുന്നില്ല. മാഡം ഇമ്പോസിഷൻ കൊടുത്തോണ്ട് ഒന്നുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ഇനിയിപ്പോ നാളേക്ക് എഴുതണമെന്നുണ്ട് എഴുതിക്കോട്ടെ. പക്ഷെ ഇപ്പൊ ടേം എക്സാം നടക്കുകയാണ്. ഈ 100 മാർക്സ് എന്ന് പറയുമ്പോ രാവിലെ ആവോളം മക്കള് എഴുതും. എഴുതിക്കൊണ്ടിരിക്കണ്ടല്ലോ. എക്സാം ആയതുകൊണ്ടാണ്. അല്ലാതെ ഇപ്പൊ ഒരു ടീച്ചർ ഒരു ഇമ്പോസിഷൻ കൊടുത്തു, അടി കൊടുത്തു വിചാരിച്ച് അതൊരു നെഗറ്റീവായി കാണുന്ന ആളല്ല ഞാൻ. അങ്ങനെ വിചാരിക്കരുത്. അത്രേ ഉള്ളൂ. അബാക്കസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണുണ്ടോ ഇല്ലേന്നല്ല ഞാൻ പറയുന്നത്. അത് എനിക്കൊരു നെഗറ്റീവ് ഉണ്ട്. അത് ഞാൻ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് കംപ്ലൈന്റ് പറയുന്ന ആളല്ല. ഈ ക്ലാസ് ലാഗ് വന്നതുകൊണ്ടേ ഞാൻ വിയോജിപ്പാണ്. നല്ല വിയോജിപ്പുണ്ട്. അത് എന്ത് റീസൺ ആയിക്കോട്ടെ വിയോജിപ്പാണ്. ഒരു വർഷം കഴിഞ്ഞ് 8 മാസം എന്ന് പറഞ്ഞത് ഒരു വർഷമല്ല, ഇത് 1.5 ഇതാവാനായി. അതുകൊണ്ടേ ഞാൻ വിയോജിപ്പുണ്ട്. അതന്നെ മക്കൾക്ക് ലാഗിങ്. എത്ര നമ്മൾ മക്കളെ പിന്നാലെ, ഇത് ഓൺലൈൻ ക്ലാസ് ആണ്, അതിനൊരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ എത്ര മക്കളോട് ഇത് ചെയ്തോ അത് ചെയ്തോ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നാലെ നടക്കണം. അതിപ്പോ ടീച്ചറും കുറ്റല്ല നമ്മളും കുറ്റല്ല. ഇത് ഓൺലൈനായിട്ട് വരുന്ന ഒരു കാര്യമാണ്, അതിന്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ നവാമിന് ഇതിന്റെ മുന്നത്തെ നമ്മൾ പല ക്ലാസ്സിലും ചേർന്നിട്ട് എനിക്ക് എല്ലാം 100% ഓക്കെ ആയിരുന്നു. ഇത് ഞാൻ മിസ്സിനെ കുറ്റം പറയല്ല, നവാവിനും കുറ്റം പറയല്ല. പക്ഷെ ഓവറോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഐ എം നോട്ട് ഓക്കെ. ആ ഒരു ഇമ്പ്രൂവ്മെന്റ് അല്ലെങ്കിൽ നമ്മളൊരു എനിക്കറിയില്ല. അത് ഇനിയിപ്പോ എന്റെ മോളെ മിസ് ഒരു ടീച്ചേഴ്സിന്റെ കുരുത്തും പൊരുത്തുമാണ്. ഞാൻ മോളെ വെറുക്കാനോ എന്നെ വെറുക്കാനോ ഒന്നുമല്ല. മോളെടുത്ത മിസ്റ്റേക്ക് ഉണ്ട്, അല്ലാത്ത പക്ഷത്തിലും മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത്. പല കുട്ടികൾക്ക് ഇത്ര ലാഗിങ് വന്നത് തന്നെ ഭയങ്കര നെഗറ്റീവാണ്. നല്ല നെഗറ്റീവ് എന്ന് വെച്ചാൽ നല്ല നെഗറ്റീവാണ്. ഒരു 15-20 ദിവസം കഴിഞ്ഞിട്ടാണ് പുതിയ ലെവലിൽ തുടങ്ങുക. ആഴ്ചയിലാകെ 3 ദിവസമേ ഉള്ളൂ. പിന്നെ മക്കളോട് പറയുന്നതിൽ അവരെ പ്രായം ഇതൊക്കെ വെച്ച് നോക്കുമ്പോ നമുക്ക് അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ. ഇനി എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങള്. ഇപ്പോ ലെവൽ 1 മുതൽ ലെവൽ, ഒരു സെക്കൻഡ്, എനിക്ക് അടുത്തൊരു ക്ലാസ്സിന് ഞാൻ അവരൊന്ന് ഇൻഫോം ചെയ്തോട്ടെ.
ലെവൽ 1 മുതൽ ലെവൽ 8 വരെയുള്ള സമയത്ത് ഇത്രയും നാളും ഇവരുടെ ബാച്ച് ലീഡ് ചെയ്ത് പോയത് ഞാൻ തന്നെയായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇവരുടെ അപ്സ് ആൻഡ് ഡൗൺസും എന്റെ ക്ലാസിന്റെ പോരായ്മകളും എല്ലാം നിങ്ങൾക്ക് പറയാൻ ഒരുപാട് സമയങ്ങൾ നമ്മൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇത്രയും ബാക്കാണ് അബാക്സ് പഠിച്ചുകൊണ്ട് മോൾക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ഇല്ല, അല്ലെ നമ്മളെ മക്കൾക്ക് ഒരു മാറ്റവും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ നേരത്തെ എന്നെ ഇൻഫോം ചെയ്യായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയേണ്ട ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ക്ലാസ് ലാഗ് ആവുന്നതിന്റെ റീസണിൽ അതിലൊരു പങ്ക് എനിക്കില്ല. അത് ഓഫീസുമായി ബന്ധപ്പെട്ട കുറച്ച് ടെക്നിക്കലി വരുന്ന കുറച്ച് കാര്യങ്ങളിലാണ്. അതെപ്പോഴും കുട്ടികളെ എഫക്ട് ചെയ്തിട്ടുണ്ടാവും തന്നെ ഞാൻ പറയുന്നു. പിന്നെ ഞാൻ കോമൺ ആയിട്ട് ഫസ്റ്റ് മുതൽ കൊടുത്ത കുറെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതിൽ എത്ര എണ്ണം ഇവർക്ക് ഇപ്പൊ ഓർമ്മയുണ്ട്, അല്ല നിങ്ങൾക്ക് എത്ര എണ്ണം ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. എപ്പോഴും ലെവൽസ് തുടങ്ങുമ്പോൾ പറയാറുണ്ട്. അതിപ്പോ ലാസ്റ്റ് ഒരു 1-2 ലെവലുകളായിട്ട് ഞാൻ പറയാറില്ല, കാരണം ഇവർ സീനിയേഴ്സ് ആയി, ഇവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇവർ ഏകദേശം കഴിയാറായി. അപ്പൊ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇന്നും ഞാൻ ഒരു കാര്യം എത്ര തവണ റിപ്പീറ്റ് ചെയ്തു, കഴിഞ്ഞ ക്ലാസ്സുകളിലും പല കാര്യങ്ങളും പറയാം. അപ്പൊ ഞാൻ പറയുന്ന കുറെ ഇൻസ്ട്രക്ഷൻസിന് ഇവർക്ക് തിരിച്ചു പറയാൻ കുറെ എക്സ്ക്യൂസുകളുണ്ട്. പിന്നെ ഞാൻ അത് പയ്യെ നിർത്തി, കാരണം അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് അവരിലേക്ക് എത്തുന്നില്ല. ഒരുപാട് തവണ പറയുമ്പോൾ എന്താ, കുട്ടികൾക്ക് അത് മടുപ്പായിരിക്കും. എപ്പോഴും ഇത് തന്നെ പറയുന്നു, അല്ലെ അവരെ ഒരു നെഗറ്റീവായിട്ട് കാണുന്നു എന്നുള്ള രീതിയിലോട്ട് മാറണ്ടെന്ന് കരുതിയിട്ടാണ് പല കാര്യങ്ങളും പറഞ്ഞില്ല. ഇപ്പൊ ഫിംഗറിംഗിന്റെ കാര്യം പറഞ്ഞില്ലേ, ഫിംഗറിംഗിന്റെ കാര്യം പറയാൻ ഞാൻ ഒരുപാട് ക്ലാസ്സുകളിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളെയും, ഒരാളല്ല എല്ലാ ആളുകളും എടുത്തു. ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ക്യാമറ കറക്റ്റ് ആയിട്ട് വെക്കണം. ഇന്നത്തെ റെക്കോർഡ് എടുത്ത് നോക്കി കഴിഞ്ഞോക്കി, എത്ര ആളുകള് ഇതിൽ ക്യാമറയിൽ നിങ്ങൾ എത്ര ആൾക്കാരുടെ ടൂള് കാണുന്നുണ്ടെന്ന് നോക്കി. അപ്പൊ കുറെ കാര്യങ്ങൾ എന്താണ്, ഞാൻ ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്തിയിട്ട് ആക്കിയിട്ട് പറയല്ല. പക്ഷെ ഈ പറയണ കാര്യങ്ങൾക്ക് കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതിന് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഓൺലൈൻ ക്ലാസ് ആണ്, അതിന്റെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അതൊരു പരിധി വരെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ സൈഡിൽ നിന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ആ രീതിയിൽ എടുക്കുക. പിന്നെ ഇതുവരെ ഞാൻ ഈ ഒരു 8 ലെവലില് ഒരു കുട്ടികൾക്ക് പോലും ഇതേപോലെ ഇവിടെ എംപോസിഷൻ ഒരാൾക്കും കൊടുത്തിട്ടില്ല. എന്റെ ഈ ലെവലിൽ നിന്ന് അല്ല, ഈ ബാച്ചിൽ നിന്നല്ല, ഒരു ബാച്ചിലും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പൊ ഇത് നാളെ പുറത്തിറങ്ങി ഇങ്ങനെ ഒരു മിസ്റ്റേക്കിൽ ഇവർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതേ കോഴ്സിനെ പറ്റി അല്ലെങ്കിൽ ഈ ക്ലാസ് പഠിക്കുന്നോ അല്ലെങ്കിൽ അബാക്കസ് പഠിക്കുന്നോ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇതെന്താ ഫിംഗർ ഇങ്ങനെയാണോ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിത് പറയരുത് എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ ഇന്നത്തെ ഫോർമുല ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോ എന്തായാലും ഞാൻ അത് ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി നമുക്ക് നോക്കാം, അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. എനിക്ക് വേറെ ക്ലാസ്സിലെ കുട്ടികൾ വെയിറ്റിംഗ് ആണ്, അതുകൊണ്ട് എനിക്ക് ലീവ് ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. ബാക്കി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ ഞാൻ ഹോസ്റ്റൽ ഓഫീസിനെ ഇൻഫോം ചെയ്യാം. അതിനുശേഷം നമുക്ക് ചെയ്യാം.